നമസ്കാരം. രണ്ട് പഴഞ്ചൊല്ലുകൾ ഒരുമിച്ച് അന്വർത്ഥമാക്കാനുള്ള നീക്കത്തിലാണ് UDF. വിനാശകാലെ വിപരീത ബുദ്ധി, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് ചീരയിൽ വെച്ചു. ഇത് രണ്ടും അന്വർത്ഥമാക്കുന്ന തീരുമാനമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രഖ്യാപനം. ഈ UDF യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ മൂന്ന് കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. അതിൽ CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രഖ്യാപനത്തിന്റെ സമയത്ത് തന്നെ ആദ്യത്തെ പണി തിരിച്ചു കിട്ടി. UDFൽ ചേരണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല, ഞങ്ങൾ NDAയുടെ ഭാഗമാണ്, ആ NDAയുടെ വൈസ് ചെയർമാനാണ് എന്ന് പറഞ്ഞ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ഇന്നലെ UDF കൂടെ കൂട്ടിയ 3 പ്രസ്ഥാനത്തിൽ 10 ആളെ കൂടെ ചേർക്കാൻ കെൽപ്പുള്ള ഏക പ്രസ്ഥാനം വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തിന്റെ കേരള കാമരാജ് പാർട്ടിക്ക് എന്തെങ്കിലും പിന്തുണയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ VSDP എന്ന സംഘടനയ്ക്ക് തിരുവനന്തപുരം ഭാഗത്ത് ഹിന്ദു നാടാന്മാർക്കിടയിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ 10 വോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാലുവാരിയിരിക്കുന്നു. UDFൽ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് UDF നേതാക്കളെ നാണം കെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ആൾ CK ജാനുവാണ്. ഒരു കാലത്ത് കേരളത്തിലെ ആദിവാസികളുടെ പ്രതിനിധിയായിരുന്നു. മുത്തങ്ങ സമരമടക്കമുള്ള സമയത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിത്വമായിരുന്നു. പിന്നീട് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയും BJPയിൽ നിന്ന് പണം കൈപ്പറ്റിയത് വിവാദമാവുകയും കേസാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ജാനുവിനുണ്ടായിരുന്ന പിന്തുണ പതിയെ പതിയെ കുറഞ്ഞുപോയി. എന്നാലും കുഴപ്പമില്ല, ഒരു ആദിവാസി സ്ത്രീയാണ്, അവരെ എടുക്കാനുള്ള തീരുമാനം ഒരു പരിധിവരെ അംഗീകരിക്കാം. പക്ഷെ ചോദ്യം ബാക്കിയാണ്, CK ജാനുവിന് നിങ്ങൾ സീറ്റ് കൊടുക്കുമോ? CK ജാനുവിന് സീറ്റ് കൊടുക്കേണ്ടത് വയനാട്ടിലാണ്. കോൺഗ്രസ് ഉറപ്പായും ജയിക്കുന്ന 3 മണ്ഡലങ്ങളുള്ള വയനാട്ടിൽ നിങ്ങൾ ഒരു സീറ്റ് CK ജാനുവിന് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ CK ജാനുവിന് കോൺഗ്രസ് പാർട്ടിയിലെടുത്ത് ഒരു സീറ്റ് കൊടുത്താൽ പിന്നെയും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ചോദ്യം, BJPയോട് കടുത്ത ശത്രുതയുള്ള BJP മുന്നണിയും മോദി രാഷ്ട്രീയവും ഇല്ലാതാകണം എന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് BJP മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്നത്? BJPയോട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെങ്കിലും മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നു എന്ന കാരണം കൊണ്ട് മറുനാടനോട് സംസാരിക്കുന്നത് പോലും അശ്ലീലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കൂട്ടം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണ് UDF എന്നോർക്കണം. പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നിന് എന്നെ ക്ഷണിച്ചതിന്റെ പേരിൽ, എന്നെ പോലീസ് അന്യായമായി തടങ്കിലാക്കിയപ്പോൾ പിന്തുണച്ചതിന്റെ പേരിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഏറെ പഴി കേട്ടതാണ്. അത്തരമൊരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് BJPയുടെ ഘടകകക്ഷികളെ ഒരു ഉളുപ്പുമില്ലാതെ പിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ വിനയായി മാറാൻ പോകുന്നത് PV അൻവറിന്റെ UDF പ്രവേശനമാണ്. അസോസിയേറ്റ് മെമ്പറോ അസിസ്റ്റന്റ് മെമ്പറോ എന്തുമാവട്ടെ, UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുന്നു. UDF തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ആളാകുന്നു PV അൻവർ. PV അൻവറിന്റെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാം. തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കച്ചവടവുമായി മുമ്പോട്ട് പോകുന്നതിനിടയിൽ തൻ്റെ ഈ തട്ടിപ്പ് സാമ്രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പിണറായി തുണയാകും എന്ന് കരുതി പിണറായിക്കൊപ്പം ചേർന്നതാണ്. മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കുക, സർക്കാർ ഭൂമിയിൽ അധിനിവേശം നടത്തുക, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പണമെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, എന്തിനേറെ കൊലപാതക കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ട ആളാണെന്ന് ഓർക്കണം. സാങ്കേതിക കാരണങ്ങളാൽ അൻവർ രക്ഷപ്പെട്ട കൊലപാതക കേസിൽ അൻവറിന്റെ അടുത്ത ബന്ധു കഴിഞ്ഞ ദിവസമാണ് ശിക്ഷിക്കപ്പെട്ടത്. കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ ED അടക്കമുള്ളവർ അൻവറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അൻവറിനെ UDF എന്തു ധൈര്യത്തിലാണ് കൂടെ കൂട്ടിയത്? അൻവർ ചെയ്തു കൂട്ടിയ തിന്മകളുടെയൊക്കെ ശിക്ഷ അൻവർ വരും ദിവസങ്ങളിൽ അനുഭവിച്ചേ മതിയാവൂ. ED എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ അൻവറെ പൊക്കിയെടുത്ത് ജയിലിലിടാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കള്ള ഒപ്പുകളും കള്ള ഇടപാടുകളും നടത്തി
KFC-യിൽ നിന്നും കോടികൾ വെട്ടിച്ച കേസിൽ ഏറ്റവും ഒടുവിൽ അന്വേഷണം നടക്കുന്നു. വിദേശത്ത് പോയി സ്വർണ്ണഖനനം നടത്തിയതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ED അന്വേഷിച്ചു വരികയാണ്. ഏതു നിമിഷവും ED അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ഇടയുള്ള ഒരാളാണ് PV അൻവർ. ആ അൻവറെ കൂടെ കൂട്ടിയാൽ അൻവറിന്റെ ചെയ്തികൾക്കൊക്കെ UDF ഉത്തരവാദിത്വം പറയേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവർ ജയിലിലായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് കാരണത്താലാണ് അൻവറെ കൂടെ കൂട്ടിയത് എന്നത് പിടികിട്ടുന്ന കാര്യമല്ല. മാത്രമല്ല, ഇതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയില്ലാത്തൊരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിലില്ല. ആ അധാർമികത കൊണ്ടാണ് എടുക്കാച്ചരക്കായി അൻവർ മാറിയിരിക്കുന്നത്. അൻവർ ഇന്ന് പറയുന്ന രാഷ്ട്രീയമല്ല നാളെ പറയുന്നത്. പിണറായിയുടെ എല്ലാ തിന്മകൾക്കും കൂട്ടുനിന്ന് പിണറായിസം എന്ന ആശയത്തിന്റെ വക്താവായി സൈബർ ഗുണ്ടകളെ പോലെ കോൺഗ്രസുകാരെയും പിണറായി വിരുദ്ധരെയും ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത, മാധ്യമ പ്രവർത്തകരെ പോലും കൊട്ടേഷൻ എടുത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന, മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ, നന്മയുടെ വെളിച്ചം എവിടെയെങ്കിലും കണ്ടാൽ അവിടെയൊക്കെ പോയി തിന്മയുടെയും വർഗീയതയുടെയും വിഷം കലർത്തി ഈ സമൂഹത്തെ ഇത്രയേറെ ഭിന്നിപ്പിച്ച അൻവറെ കൂടെ കൂട്ടുന്നത് കൊണ്ട് UDF എന്താണ് നേടാൻ പോകുന്നത്? അവർ ഒറ്റ തീരുമാനം കൊണ്ട് UDF-നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇവിടുത്തെ നിഷ്പക്ഷ സമൂഹം കരുതിയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഒരു കാര്യമെങ്കിലും ഇവിടുത്തെ UDF നേതാക്കൾ ഓർക്കേണ്ടതായിരുന്നു. ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കുറ്റകൃത്യം, അതായത് ഒരാളുടെ സ്വകാര്യ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രാഷ്ട്രീയം, അത് അൻവർ മാത്രമേ ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് UDF നേതാക്കളുമായി സംസാരിക്കുന്നത് നാളെ പുറത്തു വരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഇതുപോലെ രാഷ്ട്രീയ അധാർമികതയുടെ പ്രതീകമായ അൻവറെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറച്ചുവെക്കാൻ UDF നേതാക്കൾക്കുണ്ട്. അഴിമതി പണം പരസ്പരം പങ്കിടാൻ അവർ വെപ്രാളപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അൻവറെ കൂടെ കൂട്ടുന്നതോടുകൂടി തന്നെ പിണറായിസ്റ്റ് ദുർഭരണം ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളായ സാധാരണ മനുഷ്യർ മനമെടുത്തിരിക്കുന്നു. ഇതിനേക്കാൾ ഭേദമായിരുന്നല്ലോ തൻ്റെ അടുത്തോടുകൂടി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന പിണറായി വിജയൻ എന്ന് അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഒരു കാര്യം UDF നേതാക്കൾ മനസ്സിലാക്കുക, അൻവർ പിണറായിയുമായി തെറ്റിയത് ഒരു സർക്കാരിനും ഒരു പാർട്ടിക്കും എന്തെല്ലാം അധികാരമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിനപ്പുറം ചെയ്തു കൊടുത്തിട്ടും തൃപ്തി പോരാഞ്ഞതുകൊണ്ട് മന്ത്രിസ്ഥാനം അടക്കമുള്ളവ ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണെന്ന്. ഒടുവിൽ സെറ്റിൽമെന്റ് ഫോർമുലയായി പിണറായിയുടെ അടുത്ത് എന്നിട്ട് അൻവർ മുമ്പോട്ട് വെച്ചത് എന്ത് വില കൊടുത്തും നിങ്ങൾ മറുനാടനെ ഒന്ന് പൂട്ടിക്കെട്ടിയാൽ ഞാനെല്ലാം ക്ഷമിക്കാമെന്നാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തതാണ്, പക്ഷെ നിയമമാണ് അയാളെ സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അതിരുവിട്ട് വിരോധം തീർക്കാൻ കഴിയില്ലെന്നാണ്. അങ്ങനെ തൻ്റെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, തൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്ന, പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത, എന്തുതരം വർഗീയതയും കുത്തിത്തിരിപ്പും നടത്തി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടായിസം കാണിച്ച് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അൻവറിനെ കൂടെ കൂട്ടി എങ്ങനെയാണ് UDF-നെ ഒരു സൽഭരണം ഉറപ്പു നൽകാൻ കഴിയുന്നത്? അൻവറെ എടുക്കണമെന്നത് ലീഗിന്റെ ആവശ്യമാണെങ്കിൽ അത് ലീഗിന് വിട്ടുകൊടുത്ത് ലീഗിന് കൊടുത്തിരിക്കുന്ന സീറ്റിൽ നിന്നും കൊടുക്കാനായിരുന്നു കോൺഗ്രസ് പാർട്ടി പറയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പിണറായിയോടും ഇടതുപക്ഷത്തോടും ജനങ്ങൾക്കുള്ള വെറുപ്പ് പുറത്തു വന്നപ്പോൾ മതിമറന്ന് അഹങ്കാരത്തിൽ ആറാടി വേലിയിലിരിക്കുന്ന വയ്യാവലിയെല്ലാം കൂടെ കൂട്ടി UDF സ്വയം തോൽവി ചോദിച്ചു വാങ്ങിയാണ്. പിണറായി ഇനി കുറച്ചുകാലം നിശബ്ദനായിരുന്നാൽ മതി. UDF നേതാക്കൾ സ്വയം ഒരുമിച്ചുകൂടി അവരുടെ തോൽവി ഉറപ്പാക്കിക്കോളും. കൊച്ചി നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പാക്കിയ UDF-ന് മേയറെ തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് ഓർക്കണം. മേയറായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഏറ്റവും മുതിർന്ന നേതാവായ ദീപ്തി മേരി വർഗീസ് ആണ്. AICC അംഗമാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഒരു പേരേ പറയാനുള്ളൂ, ദീപ്തി മേരി വർഗീസ്. എന്നാൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് ഹൈബി ഈഡൻ ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ UDF അധികാര കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന തിരട്ട് നാടകങ്ങളുടെ തുടർച്ചയാണ് അൻവറിനെ പോലൊരു കളങ്കിതനെ, എടുക്കാച്ചരക്കിനെ കൂടെ കൂട്ടുന്നത്. അൻവർ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്വയം സ്ഥാനാർത്ഥിയായി UDF-നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ട് എന്തു സംഭവിച്ചു? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് എന്തു സംഭവിച്ചു? ജനങ്ങൾ അൻവറെ തൂത്തെറിഞ്ഞിരിക്കുന്നു. അൻവറിന്റെ വാക്കിനോ അൻവറിനോ ഒരു സ്വാധീനവുമില്ലെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിണറായിയോടുള്ള വിരോധം കൊണ്ട് അൻവർ പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുപേർ കൂടെ കൂടി എന്നത് വാസ്തവമാണെങ്കിലും ഇന്ന് അൻവറെ വിശ്വസിക്കുന്ന ആരുമില്ല. അങ്ങനെ ആർക്കും വേണ്ടാത്ത അൻവറെ കൂടെ കൂട്ടാനുള്ള UDF-ന്റെ തീരുമാനം ആത്മഹത്യാപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കയ്യിലേക്ക് ജനങ്ങൾ അധികാരം നൽകാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ട, ഇത്തരം വൃത്തികെട്ടവന്മാരെ കൂടെ കൂട്ടി ഞങ്ങൾ കിട്ടുന്നത് ഭുജിച്ച് ജീവിച്ചോളാം എന്നുള്ള UDF-ന്റെ അഹന്ത നിറഞ്ഞ തീരുമാനവും നിലപാടും
UDF നാശത്തിലേക്ക് നയിക്കൂ. സംശയം വേണ്ട. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് ചീരയിൽ വെച്ചിട്ട് ചീരയിൽ കിടന്ന് പാമ്പ് കടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഞെരിവിളി കൊള്ളേണ്ട ഗതികേടിലേക്കായിരിക്കും ഇനി കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക്.